ആരോ പകുതി ഭാഗം തോണ്ടിയെടുത്തത് പോലെ ഉണ്ടായിരുന്നു. അതേസമയം സൂം ചെയ്ത് നമ്മുടെ ഭൂമിയെ നോക്കുകയാണെങ്കിൽ അവിടെ ജപ്പാൻ നാട്ടിലുള്ള കുറെ പട്ടാളക്കാരെയാണ് കാണിക്കുന്നത്. കണ്ടിട്ട് എന്തോ ഒരു വലിയ യുദ്ധം നടക്കുന്നത് പോലുണ്ട്. അടുത്ത ഷൂട്ടിൽ ആ പട്ടാളക്കാരുടെ തന്നെ കമാൻഡറെയാണ് കാണിക്കുന്നത്. അവിടെ നിങ്ങൾ എന്താണ് കാണുന്നത്? അതിനെ കണ്ടാലുടനെ വെടിവെച്ചിടുക. അങ്ങനെ അവർക്ക് വേണ്ടുന്ന ഓരോ നിർദ്ദേശങ്ങളും കൊടുക്കുകയാണ്. അടുത്ത ഷൂട്ടിൽ ആ പട്ടാളക്കാരെയാണ് കാണിക്കുന്നത്. സ്പേസിൽ നിന്നും എന്തോ ഒരു ഉൽക്ക പോലെ ഒന്ന് ഭൂമിയിലേക്ക് വീണത് പോലെ ഉണ്ടായിരുന്നു. അതിന്റെ അടുത്തേക്കാണ് ഇവരെല്ലാവരും കൂടി പതിയെ ചെല്ലുന്നത്. ആ സമയത്താണ് ആ പട്ടാളക്കാരുടെ കൂട്ടത്തിലുള്ള ഒരാൾ എന്തോ നിന്നെ കാണുന്നത്. അതിനെ കണ്ടതും അയാൾ തോക്കെടുത്ത് പട്ടപ്പെട്ടാന്ന് വെടിവെക്കാനും തുടങ്ങി. അത് കണ്ട് മറ്റു പട്ടാളക്കാരും കൂടെ ചേർന്ന് ടപ്പട്ടപ്പാന്ന് വെടിവെക്കാൻ തുടങ്ങി. അതേസമയം അവിടെയുള്ള ഒരു പട്ടാളക്കാരൻ എന്തിനെയോ കണ്ട് ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. ആ സമയത്താണ് അവിടെ എന്തോ ഒരു വലിയ ജീവിയുടെ നിഴല് പോലെ കാണിക്കുന്നത്. അതിനെ കണ്ടായിരുന്നു ഈ പട്ടാളക്കാരൻ ഞെട്ടിത്തരിച്ചു നിൽക്കുന്നത്. പക്ഷേ അത് എന്തിന്റെ നിഴലാണോ എന്ത് ജീവിയാണോ എന്നൊന്നും നമ്മളെ കാണിക്കുന്നില്ല. അടുത്ത ഷൂട്ടിൽ ഒരു സ്കൂളാണ് കാണിക്കുന്നത്. ഒരു 10-30 കുട്ടികളുള്ള ഒരു ക്ലാസ്. അവരുടെ മുന്നിലായിട്ട് ഒരു ടീച്ചർ നിൽപ്പുണ്ട്. ഒരു ടീച്ചറായിട്ട് മനുഷ്യനെ കാണിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഏതോ ഒരു ജീവിയെ കാണിച്ചേക്കുന്നു. പറയുന്നത് ടീച്ചറാണെന്ന്. അതിന്റെ തല തന്നെ നോക്ക്. നമ്മൾ കയ്യിലൊക്കെ വെച്ച് കളിക്കുന്ന സ്പോഞ്ച് ബോൾ പോലില്ലേ, സ്മൈലിയുടെ ഒരു പാവ പോലുണ്ട്. അവിടെയുള്ള കുട്ടികൾക്ക് മുഴുവന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഏലിയൻ. പെട്ടെന്നാണ് ആ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളും തങ്ങളുടെ കയ്യിൽ തോക്കെടുത്ത് ആ ടീച്ചറിന് നേരെ വെടിവെക്കാൻ തുടങ്ങിയത്. പക്ഷെ ഒരൊറ്റ ബുള്ളറ്റ് പോലും അതിന്റെ ദേഹത്തെങ്ങും കൊള്ളുന്നില്ല. എങ്ങനെ കൊള്ളാനാ? ആളുടെ സ്പീഡ് കണ്ടില്ലേ? അമ്മാതിരി സ്പീഡിലാണ് ആൾ ഓടുന്നത്. അടുത്ത ഷൂട്ടിൽ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു വോയിസ് ഓവർ ആണ് കേൾക്കുന്നത്. ഈ കുട്ടികൾ പഠിക്കുന്ന സ്കൂളില്ലേ, ആ കുട്ടികളെ മുഴുവന് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഒരു ഗ്രൂപ്പ് മുഴുവന് നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികളെന്നും രണ്ടാമത്തെ ഗ്രൂപ്പ് ഒരു വകയ്ക്ക് പഠിക്കാത്ത പിള്ളേരെന്നും അങ്ങനെ 2 ഗ്രൂപ്പായിട്ടാണ് പിരിച്ചു വെച്ചേക്കുന്നത്. ഈ നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം നല്ല ക്ലാസ് റൂം, നന്നായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, AC റൂം, സ്പെഷ്യൽ ക്ലാസ്, അങ്ങനെ ഇങ്ങനെ സകല സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഒരു വകയ്ക്കും പഠിക്കാത്ത ഉഴപ്പന്മാരുടെ ഗ്രൂപ്പില്ലേ, അവന്മാർക്കാണെങ്കിൽ ഈ പറയുന്ന ഒരു സൗകര്യങ്ങളും ഇല്ല. അവരുടെ ക്ലാസ് റൂം തന്നെ നോക്കിയേ. കണ്ടിട്ട് ഏതൊരു ഷെഡ് പോലുണ്ട്. ഓടെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നീയൊക്കെ വേണമെങ്കിൽ പഠിച്ചാൽ മതി എന്നൊരു രീതി. അതും ഒരു വലിയ കുന്നിന്റെ മുകളിൽ. അവിടെയാണ് ഈ പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്നത്. ഈ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ് ഈ ഏലിയൻ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. നേരത്തെ ഒരു പട്ടാളക്കാരൻ ഒരു നിഴല് കണ്ട് പേടിച്ചു നിന്നില്ലായിരുന്നോ? അത് ഈ ഏലിയന്റെ നിഴലായിരുന്നു. നിങ്ങളെല്ലാവരും ഇന്നലെ ചന്ദ്രനെ കണ്ടായിരുന്നോ? അതിന്റെ പാതി ഇനി പിച്ചെടുത്തത് ഞാനാ. അടുത്ത വർഷം മാർച്ചോടെ ഭൂമിയെയും ഞാൻ ഇതുപോലെ തന്നെ പിച്ച് ചെയ്യുന്നു. പക്ഷേ അതുവരെ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ടീച്ചർ ആയിരിക്കും കേട്ടോ. ഇതിന്റെ വേഗത എന്ന് പറയുന്നത് കൊടുങ്കാറ്റിനേക്കാളും വേഗതയില്ലേ? അത്രയും വേഗത്തിൽ ഇത് സഞ്ചരിക്കുന്നത് കൊണ്ട് അതിന്റെ ശക്തിയും അത്ര തന്നെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ അത്രയും വേഗത്തിൽ പോയി ചന്ദ്രനെ ഇടിച്ചു തള്ളിയ ശേഷമാണ് ആള് ഭൂമിയിലേക്ക് വന്ന്